ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുഞ്ഞൻ ഉണ്ടംപൊരിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 3 റോബസ്റ്റ പഴം വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. റോബസ്റ്റ പഴം തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നേന്ത്രപ്പഴം ഒഴികെയുള്ള ബാക്കി എല്ലാ പഴവും ഇനി എടുക്കുക. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെല്ലമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് വെള്ളം പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കലാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പകുതി മൈദ പകുതി ഗോതമ്പ് പൊടി അങ്ങനെ ആക്കിയിട്ട് എടുക്കുക. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മൈദ ചെറുതായിട്ട് കട്ട കെട്ടിയിട്ടെല്ലാം ഉണ്ടാവും, അതെല്ലാം ഒന്ന് പോയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാനിതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഇത് ചിരകി തന്നെ വേണമെന്നില്ല, ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടായാലും ഇട്ട് കൊടുത്താൽ മതി. ഇനി ആവശ്യമായിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ്, അതായത് അപ്പക്കാരം. അത് ഞാനൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂണിനെക്കാട്ടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലോണം ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് മാവ് ടൈറ്റ് തോന്നിയെങ്കിൽ ഇതിലേക്ക് ഒരു പഴം അടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി, അല്ലാണ്ട് വെള്ളവും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മാവ് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ തന്നെ എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിന്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഈ മാവ് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വലിയ ബോൾസ് ആക്കിയിട്ടാണ് വേണ്ടത്, നമ്മൾ കടയിലെല്ലാം കിട്ടുന്ന പോലെ വലിയ ബോൾസ് ആക്കിയിട്ടാണ് വേണ്ടെങ്കിൽ അതേപോലെ ചെയ്യുക. പിന്നെ അത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ഇങ്ങനെ ആയാലും പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഒരു ഭാഗമെല്ലാം ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് അതിൻ്റെ നിറയിലൊന്ന് മാറിപ്പോവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് കോരിയിട്ട് മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമ്മളെ കുഞ്ഞൻ ഉണ്ടംപൊരിയുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് കാണാൻ നല്ല രസമുണ്ട്. കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഇപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.